നമസ്കാരം. നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. മലപ്പുറം വഴിക്കടവിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ 2 പേർ കസ്റ്റഡിയിലുള്ളത് വഴിക്കടവ് സ്വദേശികൾ. പ്രതികൾ മൃഗങ്ങളുടെ ഇറച്ചി വിൽക്കുന്നവരെന്ന് സംശയം. മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് കേസെടുത്ത പോലീസ്. സർക്കാർ സ്പോൺസേഡ് കൊലപാതകമെന്ന് ആര്യടൻ ഷൗക്കത്ത്. വസ്തുനിഷ്ഠമായ അന്വേഷണം ഉണ്ടാകുമെന്ന് എം സ്വരാജ്. വിദ്യാർത്ഥി മരിച്ചതിൽ സ്ഥലത്ത് ശക്തമായ പ്രതിഷേധം. വഴിക്കടവിൽ വിദ്യാർത്ഥി പന്നിക്കെണിയിൽ നിന്നും ഷോക്കേറ്റ് മരിച്ചതിൽ ഗുരുതര ആരോപണവുമായി വനം മന്ത്രി. രാഷ്ട്രീയ ഗൂഢാലോചന സംശയിക്കുന്നുവെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. വനം വകുപ്പ് വൈദ്യുതി ഫെൻസിംഗ് സ്ഥാപിച്ചിട്ടില്ല. വീണ് കിട്ടിയ അവസരമാണോ അവസരമുണ്ടാക്കിയതാണോ എന്നും മന്ത്രി. സംഭവം നിലമ്പൂർ അറിയും മുമ്പേ മലപ്പുറത്ത് പ്രകടനം നടന്നെന്നും ശശീന്ദ്രന്റെ ആരോപണം. നടൻ കൃഷ്ണകുമാറിനും മകൾക്കുമെതിരായ കേസിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘം. സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്ന നിഗമനം. കടയിലെ കണക്കുകൾ പോലീസിന്റെ മേൽനോട്ടത്തിൽ ഓഡിറ്റ് ചെയ്യും. സ്ഥാപനത്തിലെ മുൻ ജീവനക്കാരികളെ ചോദ്യം ചെയ്യുന്ന വീഡിയോ കുടുംബം പുറത്തുവിട്ടു. ജീവനക്കാരികൾ കുറ്റസമ്മതം നടത്തുന്നത് ദൃശ്യങ്ങളിൽ. ഇടുക്കി മാൻകുത്തിമേട്ടിലെ കാരവാൻ പാർക്ക് തുറന്ന് പ്രവർത്തിപ്പിച്ചതിൽ ഇടപെട്ട റവന്യൂ വകുപ്പ്. തുറന്ന് കാരവാനുകൾ വീണ്ടും പൂട്ടി സീൽ ചെയ്തു. പിഴുതുമാറ്റിയ ബോർഡും പുനഃസ്ഥാപിച്ചു. ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച് കാരവാൻ പാർക്ക് ഉടമയ്ക്കെതിരെ കേസെടുക്കാൻ ജില്ലാ കളക്ടറുടെ നിർദ്ദേശം. കേരള വിഷൻ ന്യൂസ് ഇംപാക്ട്. ഇലോൺ മസ്കുമായുള്ള ബന്ധം അവസാനിച്ചെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മസ്കുമായി ഇനി ചർച്ചയില്ല. മസ്ക് ഡെമോക്രാറ്റുകൾക്ക് ഫണ്ട് നൽകിയാൽ ഗുരുതര പ്രത്യാഘാതമുണ്ടാകുമെന്ന് ട്രംപ്. ഇലോൺ മസ്ക് പ്രസിഡന്റ് പദവിയോട് അനാദരവ് കാട്ടി. മസ്കിന്റെ കരാറുകളും സർക്കാർ ഇളവുകളും പിൻവലിക്കുമെന്നും ഭീഷണി. യുവേഫ നേഷൻസ് ലീഗിൽ ഇന്ന് പോർച്ചുഗൽ സ്പെയിൻ സൂപ്പർ പോരാട്ടം. മത്സരം ഇന്ത്യൻ സമയം രാത്രി 12:30. യൂറോ കപ്പിന് പിന്നാലെ നേഷൻസ് ലീഗ് കിരീടവും സ്വന്തമാക്കാൻ സ്പെയിൻ. ക്രിസ്ത്യാനോ റൊണാൾഡോയും ലാമിൻ യമാലും ആദ്യം നേർക്കുനേർ പോരാട്ടത്തിന്. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ ചാമ്പ്യനെ ഇന്നറിയാം. ഫൈനലിൽ കാർലോസ് അൽക്കാരസ് യാനിക് സിന്നർ പോരാട്ടം. മത്സരം വൈകിട്ട് 6:30 റോങ് ഗാരോയിൽ. റാങ്കിൽ ആദ്യ 2 സ്ഥാനങ്ങളിലുള്ള താരങ്ങൾ ഫൈനലിൽ ഏറ്റുമുട്ടുന്നത് 41 വർഷങ്ങൾക്ക് ശേഷം. വിശദമായ വാർത്തയിലേക്ക്. മലപ്പുറം വഴിക്കടവിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ 2 പേരെ കസ്റ്റഡിയിലെടുത്തു. ഇതിൽ ഒരാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. വഴിക്കടവ് സ്വദേശി വിനീഷിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്.